അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ ലഡ്നൂൺ എന്ന സിറ്റിയിലാട്ടോ. ഷാബുഖാൻ്റെ ജേണി ഇന്ന് 82ാമത്തെ ദിവസമാണ്. ഇന്ന് ഡേറ്റ് 22 ആഗസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കാരണം തുടക്കത്തിൽ ഷാബുഖ ഒറ്റയ്ക്ക് നടന്നു വന്നെങ്കിലും പിന്നീട് ഉണ്ടായത് ജനസാഗരമാണ്. അപ്പോൾ ഇവിടുത്തെ ലഡ്നൂണിലെ ഒരുപാട് ആൾക്കാർ ഷാബുഖാനെ, ഓട്ടോ തൊഴിലാളികൾ ഷാബുഖാനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വലിയ ഫ്ലെക്സുകളും ഇതുവരെ നമ്മൾ യാത്രയിൽ കാണാത്ത അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോക്ക് ലൈക്കും ചെയ്യണേ. നടന്ന് കുഴങ്ങി ഒരുപാട് നേരം നടക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഒരുമിച്ച് കാണാം. ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ കണ്ട ഇത്ര ആൾക്കാർ മാത്രമാണ് ഇന്നത്തെ യാത്രയിൽ കാണുന്നത്, വേറെ ആരും കാണുന്നില്ല. പോലീസ് എല്ലായിടത്തും പോലീസാട്ടോ. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ആൾക്കാരെ പോലീസ് മാറ്റിയതാണോ അല്ലെങ്കിലും ബാക്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു 5-6 കിലോമീറ്റർ ഞങ്ങൾ ബാക്കിലുണ്ട്. ഇതുവരെ ആരും കണ്ടിട്ടില്ല. നോക്കാം നമുക്ക് എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. ഷാബുഖ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ കാരണം എന്നുള്ളത് നോക്കാട്ടോ നമുക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരേ കവലയിൽ തന്നെ 1000-ങ്ങളും 10,000-ങ്ങളും നിൽക്കുന്ന സ്ഥാനത്ത് നോക്കി നിങ്ങൾ വെറും വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറയുക, നമ്മളിനി പോകാൻ പോകുന്നത് രാജസ്ഥാൻ കാണാവുന്ന ഏറ്റവും വലിയ ക്രൗഡിലേക്കാണ് മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് പോലീസുകാർ ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് എല്ലാ കവലയിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ മാറ്റിയതാണ് സംഭവം. നമ്മളിപ്പോൾ സാറന്മാർ സംസാരിച്ചു, അവർ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രിയൊക്കെ ഒരു നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. പോലീസുകാർക്ക് ജനങ്ങൾ ചായ വാങ്ങിയെടുക്കണമെന്നുണ്ടോ, അത്ര നല്ല രീതിയിൽ ആ ഒരു വടിയോ ഒന്നും ഇല്ലാത്ത രീതി കണ്ടോ. ഇതാ പറഞ്ഞാൽ പോലീസും ഇവിടുത്തെ പബ്ലിക്കും തമ്മിൽ നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഹയറായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ക്രൗഡ് ഇങ്ങനെ കാണാതെ ഞങ്ങൾക്ക് ചെറുതായിട്ട് പേടിച്ചത് എന്താ സംഭവിച്ചെന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജനക്കടലിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ക്രൗഡ് മാറ്റിയതെന്ന് മാത്രം. എല്ലാവരെയും പോലീസുകാർ ഇവിടുന്ന് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ക്രൗഡ് ആക്കിയിട്ട് ബാക്കി ആൾക്കാരെ ഒഴിച്ചതാട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഷാബുഖ് നടന്നു വരുന്നത് കണ്ടോ. കമാൻഡോസ് ഉണ്ട് കേട്ടോ കൂടെ. കമാൻഡോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പോലീസുകാരും അവരുടെ ഗാർഡ്സും അതിന് ഫോൺ ചെയ്തുകൊണ്ടേ വരികയാണ്. മാഷാ അല്ലാഹ്, നോക്കി നിങ്ങൾ വളരെ ഹൈറായിക്കൊണ്ട് വളരെ സൗമ്യതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഷാബുഖ് നടന്നു വരുന്നത്. വല്ലാത്തൊരു നല്ലൊരു ഇതിട്ടാണ്. കാരണം കുറഞ്ഞ പൂക്കൾ മാത്രം എറിഞ്ഞുകൊണ്ടാണ് ഷാബുഖിനെ അവർ സ്വീകരിക്കുന്നത്. കാരണം പൂക്കൾക്ക് 1 വില. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിരുന്നു, രാജസ്ഥാനിൽ പൂക്കൾക്ക് 1 വില. 1 കിലോ പൂവിന് 500 രൂപയാണ് ഈടാക്കുന്നത് കേട്ടോ. ആ 500 രൂപേൻ്റെ സാധാണ് ഈ കാണുന്നത്. നോക്കി നിങ്ങൾ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഇത് കണ്ടോ. 500 രൂപയാണ് ഈ കിടക്കുന്നത് കേട്ടോ. കണ്ടാൽ ആർക്കും മനസ്സിലാവുമോ? 500 രൂപേൻ്റെ പൂക്കളാണ് ഈ കിടക്കുന്നത്. കൊട്ടും കുറവുകളൊന്നും ഇല്ലാതെ, അതായത് ഞാൻ പറഞ്ഞിരുന്നത് ആളുകളില്ലാത്ത രീതിയിലാണ് നടത്തം വരുന്നത് കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറച്ചപ്പുറത്ത് വൻ ജനക്കടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഉള്ള തിരക്ക് പോലീസുകാർ ഒഴിവാക്കിയതാണ്. ഏതായാലും ഹൈറാണ്, റാഹത്താണ്. എന്തൊരു ഭംഗി നോക്കി നിങ്ങൾ ഈ നടത്തം കാണാൻ. ഇത്രയും ആൾക്കാരില്ലാതെ ഒരു നടത്തം കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഷാബുഖ. കാരണം സ്നേഹം കൊണ്ട് വരുന്നവരാണെങ്കിൽ പോലും ചില നേരത്തെ അവരുടെ സ്നേഹം ഓവർ അതിര് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എത്ര രൂപയുടെ പൂക്കളാ. ഏയോ പോലീസ് ഇവിടെ ഷാബുഖോടെ റെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷാബുഖോടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാട്ടാ. അപ്പം ഇനിയൊരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റാണ്. ഷാബുഖ കുറച്ച് കുറച്ച് നേരം ക്ഷീണിച്ച, രാവിലെ 1 മണിക്ക് നടന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഷാബുഖ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ദൂരം കുറച്ച് ദൂരം കൂടെ പോകാനുള്ളൂ. ഒരു 5 കിലോമീറ്റർ പോകാനുള്ളൂ. പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്റ്റേ ആവട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ കണ്ട സംഭവമാണ് ഈ എള്ളിൻ്റെ ഒരു കൃഷിട്ടാണ്. ഇത് കണ്ടത്, ഇത് ഫുള്ള് എള്ളാണ്. നല്ല പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. എള്ളുമല് നല്ല കായ്ച്ച് നിൽക്കാൻ തോന്നുന്നത്. കാരണം ഇവിടെ എന്തായാലും ഒരുപാട് പൂക്കൾ കാണുന്നുണ്ട്, എള്ളിൻ്റെ പൂക്കൾ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എള്ള എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെയാണ് സാധനം. എള്ള ഇവിടെ ഉണ്ടാവും. എള്ള് കാണുന്നില്ലല്ലോ, അത് എള്ളാന്നാണ് പറഞ്ഞു കേട്ടോ ബായി നമ്മളോട്. അതാ ഇവിടെ സാധനം കാരണം ഇതിൻ്റെ ഉള്ളിലാണ് എള്ളുണ്ടാവും കേട്ടോ. ഇത് കണ്ട, ഇതിനകത്ത് എള്ളുണ്ടാവും. അപ്പോൾ ഒരുപാടുണ്ട്, നോക്കി നിങ്ങൾ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്.
അപ്പോൾ യാത്രയിൽ ആദ്യമായിട്ടൊരു കുതിരവണ്ടി കണ്ടിരിക്കണേ. കുതിരവണ്ടി. അപ്പോൾ നമ്മൾ യാത്രയിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ട സംഭവം കേട്ടോ കാരണം കുതിരവണ്ടി പോകുന്നത്. ഏതായാലും അച്ഛേ കേസേ ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഷിയാബുക്കഥ കടന്നു വരികയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്, എന്നാലും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പൂക്കൾ അവിടെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുറച്ച് മുമ്പിലാണ്. വരട്ടെ അവർ വരട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുറച്ച് കുട്ടികളെ കാണാനുണ്ട് ഇവിടെ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ഷിയാബുക്കാനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുട്ടികളുടെ ഒരു മരുഭൂമി പോലുള്ള സ്ഥലങ്ങളാണ് ഈ കാണാൻ പറ്റുക. പക്ഷെ ഫുള്ള് പച്ചപ്പാണെങ്കിലും വിജനമായ ഏരിയകളാണ്. സ്ഥലങ്ങൾ വളരെ എന്താ പറയുക ഒഴിഞ്ഞ് കിടക്കണേ ശരിക്കല്ലേ. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ലോറി ഇവിടെ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ടിട്ട് ബ്ലോക്ക് ആക്കിയെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഈ ബായ് ചെയ്യുന്ന കാര്യം കണ്ടോ, അതുകൊണ്ട് അത് ലോറിയാണ്. നമ്മൾ ബ്രിഡ്ജിൽ നേരെ താഴെ ബ്ലോക്കാക്കി നിൽക്കുക കേട്ടോ. എന്താ ഓട്ടോറിക്ഷയ്ക്ക് ഭ്രാന്തായതാണ്, എനിക്ക് ഭ്രാന്തായതാണ്. അതെന്താ ഇങ്ങനെ നിങ്ങൾ അത്ഭുതം. പിന്നെ ബാഗുകാരെടുക്കുന്നത് ബാഗിൽ സീറ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ കൂടിക്കുന്നുണ്ട്. ഇതുണ്ടോ ഷിയാബുക്കാൻ്റെ വലിയൊരു ഫ്ലെക്സ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട അത്ര ഇത് തോന്നില്ല, പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ വലിയ 2 ഫ്ലെക്സ് കേട്ടോ. ഷിയാബുക്ക ഒരു കൊടയും ചൂടി കടന്നു വരുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് ആരെ ഫോട്ടോ മനസ്സിലായില്ല. അവിടെ വേറൊരു ഫോട്ടോ കാണുന്നുണ്ട്. 2 ഫോട്ടോസ് ഷിയാബുക്കാൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഈ ട്രക്കിൻ്റെ വലിപ്പം നോക്കുക, ഫോട്ടോസിൻ്റെ വലിപ്പം നോക്കുന്നുണ്ട്. ഒരു ട്രക്കിനെക്കാട്ടിലും വലിപ്പമുള്ള ഫോട്ടോസാണ്. അപ്പോൾ എന്തായാലും എന്താ ഇപ്പോൾ ഇവരൊക്കെ സ്നേഹം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാനില്ല. ഇന്നലെ നമ്മൾ കണ്ടു ഇവരെ ശരിക്കുള്ള സ്നേഹം എന്താണെന്നല്ലോ. ഉറങ്ങാതെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ മൈദ ചുട്ടിക്കാൻ തോന്നുന്നു കേട്ടോ. നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളക്കാർ മാത്രമേ ഷിയാബുക്കാനെ നെഗറ്റീവ് പറയുള്ളൂ. ഇവിടെയുള്ള ഒരാളും ഷിയാബുക്കാൻ ഒരു തരി പോലും നെഗറ്റീവ് പറയില്ല. ഞാൻ പറഞ്ഞില്ല ഷിയാബുക്ക എന്ന് പറഞ്ഞപ്പോൾ വരെ എന്നോട് പറഞ്ഞത് ഷിയാബുക്ക അല്ല, കേരള ഹാജി എന്നാണ് പറഞ്ഞത്. അത്രയും സ്നേഹത്തോടെ വിളിക്കുന്ന ആളെയാണ് അവർ ഈ ഇതിൻ്റെ മേലെ ഒട്ടിച്ചിട്ട്. കാരണം നമ്മൾ അപ്പോൾ നമ്മൾ ലാഡ്നോൺ സിറ്റിയിൽ ഷിയാബുക്കാൻ്റെ കൂടെ വരുന്നവർക്കും ഷിയാബുക്കും വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ഒരുക്കിയിട്ടുണ്ട്. ഓ സാധാ പാനിയേ ടണ്ട പാനി. ഓ അപ്പോൾ ഇതാ ഇവർ ഒരേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് വെള്ളം വെച്ചിട്ട്. അപ്പോൾ ഇവരിതിൻ്റെ ആൾക്കാർ ഷിയാബുക്കാനെ വരുന്നവർക്കും അതിൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി വെള്ളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോ യൂണിയനാ? ഇതിവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. നേരത്തെ കണ്ട ഓട്ടോറിക്ഷ പോലുള്ള ഓട്ടുന്ന ആൾക്കാരാണ് ഇതൊക്കെ കേട്ടോ. കുछ बोलो ഷിയാബ് ഭായ്. शियाई भाई का बहुत लोग जबरदस्त स्वागत करेंगे यहाँ पे और 4-5 दिन से लोग तैयारी करें। दिन से डे अल्लाह उनको कामयाबी दे, अल्लाह उनका सफर आसान करे, हम उनके हक में दुआ करेंगे। ആമീൻ ആമീൻ ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഇവർ പറയാൻ വെച്ചാലോ 4-5 ദിവസമായിട്ട് ഷിയാബുക്കാനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഓട്ടോ യൂണിയൻ്റെ കീഴിലുള്ള വെള്ളം വിതരണമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പൂക്കൾ കണ്ട നിങ്ങൾ 1 കിലോ കിतना रुपये 500 നോക്കി നിങ്ങൾ എത്ര പൈസൻ്റെ പൂക്കളി കാണുന്നത്. നിങ്ങൾ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. വേറെ പോയ ഒരു 3-4 കിലോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 2000 രൂപയുടെ പൂക്കളി കാണുന്നത്. ഓട്ടോ യൂണിയൻ അധ്യക്ഷ. ഓക്കെ ഓട്ടോ യൂണിയൻ അധ്യക്ഷ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഒരു ലഡ്നൂണിലെ ബ്രിഡ്ജിൻ്റെ മേലെയാണ്. ബ്രിഡ്ജിൻ്റെ മേലുള്ള അവസ്ഥ ബ്രിഡ്ജിൻ്റെ മേലെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ മേലെ നിന്ന് താഴേക്ക് കണ്ടോ നിങ്ങൾ ജനലക്ഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് വന്നേരം നോക്കുകയാണെങ്കിൽ പൊടി പോലും കിട്ടില്ല. പക്ഷേ ഇവിടെ ലഡ്നൂണിലെ കുറേ പബ്ലിക് വന്നിട്ട് ഷിയാബുക്കാനെ വെയിറ്റിങ്ങിലാണ്. അതായത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇവിടെ എത്തുമ്പോൾ ഷിയാബുക്കാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. കണ്ടോ നിങ്ങൾ
ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉമ്മമാരും അതുപോലെ തന്നെ ആൾക്കാരും കുട്ടികളും ഒരുപോലെ ഷാബ് ഖാനെ സ്വീകരിക്കുന്നത് കേട്ടോ. മാഷാ അല്ലാഹ്. ഇത് ചരിത്രം തന്നെയാണ് കേട്ടോ. ഇത്രയും ജനങ്ങൾ ഷാബ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാം മുന്നോട്ടുള്ള ഷാബ് ഖാന്റെ യാത്ര എങ്ങനെയാവും എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ ഇതിലപ്പുറത്തേക്കും ജനങ്ങൾ കാത്തിരിക്കുകയെന്നാണ് പറഞ്ഞ ഷാബ് ഖാനെ. അതായത് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഷാബ് ഖാൻ എങ്ങനെയാണ് പാസ് ചെയ്യാൻ നോക്കാം. അവിടെ കുറേ ആൾക്കാർ ഉണ്ടാവും ഗ്രീൻ ഷർട്ട് ഇട്ട നമ്മുടെ ടീം കുറച്ച് ആൾക്കാർ ഷാബ് ഖാന്റെ ബാക്കിലുണ്ട്. അതോടൊപ്പം തന്നെ പബ്ലിക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഷാബ് ഖാൻ അതാ കടന്നു വരുന്നു, വളരെ സ്ലോ രീതിയിൽ കടന്നു വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പബ്ലിക്കാണ് കേട്ടോ. എത്രകാലം ആൾക്കാരെ നോക്കി നിങ്ങൾ. ഒരൊറ്റ ചെറിയൊരു സിറ്റിയാണിത്. ഒരു ബ്രിഡ്ജിന്റെ നേരെ താഴെ നമ്മളെ ഫ്ലെക്സ് ഒട്ടിച്ച അതേ സ്ഥലം കേട്ടോ. ഇനി ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ജനക്കൂട്ടം ഈ ഒരു സിറ്റിയിൽ വരാൻ സാധ്യതയില്ല. എത്ര വലിയ രാഷ്ട്രീയക്കാരൻ വന്നാലും കേട്ടോ. കാരണം നിങ്ങൾ എത്ര ആൾക്കാരെ നോക്കി നിങ്ങൾ. മാഷാ അല്ലാഹ്. ഇതൊക്കെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഷാബ് ഖാന്റെ ഹജ്ജ് ജേണി വിജയിച്ചതിന് തുല്യം. പഠിച്ചോൻ സ്വീകരിക്കട്ടെ ഷാബ് ഖാന്റെ ഹജ്ജ്. നമുക്ക് വീണ്ടും വീണ്ടും ദുആ ചെയ്യാം. എത്ര ഉമ്മമാരാ സ്വന്തം ചെറിയ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് ഷാബ് ഖാനെ കാണാൻ വേണ്ടി ബ്രിഡ്ജിന്റെ മേലെ ഒരുപാട് നേരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ കണ്ടോ പോലീസ് നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. സാറന്മാരൊക്കെ നല്ല പോലെ പണിയെടുക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഉമ്മമാരും കുട്ടികളും എല്ലാവരും ഒരേ സ്വരത്തിൽ ഷാബ് ഖാനെ കാത്തിരിക്കുകയാണ്. പോലീസ് നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു സഹകരണമാണ് നമുക്ക് ഷാബ് ഖാനെ ഇതുവഴി കടത്തിവിടാൻ സഹായിക്കുന്നത്. ഷാബ് ഖാൻ അപ്പോൾ ഷാബ് ഖാൻ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ മേലെ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കണ്ടോ ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. എന്നാൽ ഷാബ് ഖാൻ എല്ലാവർക്കും പോലീസുകാർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഹോട്ടൽ മിലൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഷാബ് ഖാൻ ഇന്ന് റെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീംസ് നമ്മൾ ഈ ഗ്രീൻ ഷർട്ട് ഫുള്ള് നമ്മുടെ ടീംസാണ്. നമുക്ക് പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ഹായ്, ഹാപ്പി അല്ലേ? യാത്ര എങ്ങനെയുണ്ട്? അടിപൊളി. ഹലോ യാത്ര എങ്ങനെയുണ്ട്?
സത്യം പറയുന്നത് വളരെ നല്ല ദിവസമായിരുന്നു. ഷിയാബിന്റെ കൂടെ നടക്കാൻ പറ്റി, അൽഹംദുലില്ലാ നല്ലൊരു ദിവസമായിരുന്നു. എക്സ്പീരിയൻസ് ഇന്നത്തെ രാവിലെ, അതായത് ഇപ്പൊ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ രാവിലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നാലും 6 മണിക്ക് 6:30ക്ക് ശേഷമാണ് നമ്മൾ ഷിയാബിന്റെ കൂടെ ഏകദേശം നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഇന്ന് പബ്ലിക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 8 മണിക്ക് ശേഷമാണ് പബ്ലിക് കൂടെ. അൽഹംദുലില്ലാ ഇന്നത്തെ യാത്ര ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പബ്ലിക്കിൻ്റെ അല്ല, പക്ഷെ നമുക്കിന്ന് പണ്ട് നമ്മൾ നടന്ന പോലെ തന്നെ ഇന്നും നമുക്ക് ഷിയാബിന്റെ കൂടെ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. കുറെ കാലത്തിന് ശേഷം ഒരു 8-10 കിലോമീറ്റർ നടന്നു. വളരെ വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് എല്ലാവരും. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു യാത്ര തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ കുറഞ്ഞെങ്കിലും പിന്നീട് വന്നത് ജനസാഗരമായിരുന്നു. നമ്മളേതായാലും ഇവിടെ സ്റ്റേ ആയിട്ടുണ്ട്, ഹോട്ടൽ മിലനിൽ നമ്മൾ സ്റ്റേ ആയിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഉണ്ടാവുള്ളൂ യാത്ര എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.